വളരെയേറെ സന്തോഷത്തോടും അതിലേറെ ആത്മാഭിമാനത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുക. കൊല്ലം രൂപതയുടെ 700 വർഷങ്ങൾ പിന്നിടുന്ന ഈ നാളിൽ ഏറ്റവും നല്ല മനസ്സും ഹൃദയത്തോടു കൂടി കൃതജ്ഞതയുടെ വികാരങ്ങളോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുക. ഒരു സങ്കീർത്തന വചനമാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. കർത്താവേ, തലമുറകളായി അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമായിരുന്നു. 90-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കൊല്ലം രൂപതയുടെ പുത്രിയാണ് തിരുവനന്തപുരം രൂപത. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഇതൊരു ദൈവകൃപയുടെ സന്ദർഭമാണ്. ഏറ്റവും പ്രധാനമായി 700 വർഷങ്ങളിലൂടെ നാം കടന്നു വന്നത് തിരിഞ്ഞു നോക്കുവാനുള്ള, പിന്നിലേക്ക് നോക്കുവാനുള്ള അസുലഭമായ ഒരു സന്ദർഭമാണ്. ധാരാളം നന്മകൾ, ധാരാളം നേട്ടങ്ങൾ സഭയ്ക്കുള്ളിലും സഭയുടെ പുറത്ത് പൊതുസമൂഹത്തിലും കൊല്ലം രൂപതയിലൂടെ ലഭിച്ചത് നമ്മൾ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. പ്രേക്ഷിതനായ വിശുദ്ധരായ ധാരാളം പേരെ അനുസ്മരിക്കുവാൻ നമുക്കുണ്ട്. അവരിൽ നിന്ന്, ആ ഓർമ്മയിൽ നിന്ന് കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യാത്ര, വിശ്വാസ ജീവിതയാത്ര തുടരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ഈ ജൂബിലി വർഷം നമുക്ക് സമ്മാനിക്കുന്നത് ഇന്നത്തെ കൊല്ലം രൂപതയുടെ ഈ പ്രാദേശിക സഭയുടെ ആനുകാലിക ജീവിത ചുറ്റുപാടുകളെയും വിശ്വാസ ജീവിത അനുഭവങ്ങളെയും നോക്കിക്കാണുവാനാണ്, അത് വിലയിരുത്തുവാനാണ്. ഒരർത്ഥത്തിൽ ഇന്ന് നമ്മുടെ രൂപതയുടെ കരുത്തുകൾ എന്താണ്, രൂപത നേരിടുന്ന ഭീഷണികളും വെല്ലുവിളികളും അതിന്റെ സാധ്യതകളും എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ, അതിന്റെ വെളിച്ചത്തിൽ നാളെയിലേക്ക് പ്രത്യാശയോടുകൂടി മുന്നേറുവാനുള്ളൊരു വലിയ അവസരമാണ്. സ്നേഹ ബഹുമാനമുള്ളവരെ, കൊല്ലം രൂപത ഒരു പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് സഭ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യമാണ്. വേദപുസ്തകത്തിന്റെയും സഭാപ്രബോധനങ്ങളെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത് സഭ വരുന്നത് സ്ത്രീത്വത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അനാദി മുതലേ ദൈവപിതാവിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, മനുഷ്യവംശത്തിന്റെ രക്ഷയെ സംബന്ധിച്ച സ്വപ്നം. അത് പൂർത്തീകരിക്കുവാനായി കാലത്തിന്റെ തികവിൽ തന്റെ പ്രിയപുത്രനെ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു സുവിശേഷത്തിന്റെ സദ്വാർത്തയുമായി പാലസ്തീനയില്, ഗലീലയില് ചുറ്റി സഞ്ചരിച്ച് എല്ലാവർക്കും ദൈവാനുഭവം പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവിലൂടെ ആ ചൈതന്യവും പ്രവർത്തനവും ഇന്നും സഭയിൽ സംജാതമാണ്, നടന്നുകൊണ്ടേയിരിക്കുന്നു. സഭ വരുന്നത് പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. സ്ത്രീത്വത്തിന്റെ കൂട്ടായ്മ ഈ ചരിത്രത്തിൽ സഭാ സമൂഹം, വിശ്വാസ സമൂഹം ജീവിക്കുവാനാണ് നമ്മളെല്ലാവരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധ സ്ത്രീത്വത്തിലുള്ള സ്നേഹവും കൂട്ടായ്മയും പരസ്പരമുള്ള സഹകരണവും എല്ലാം വിശ്വാസ ജീവിതത്തില്, സഭാ മക്കളുടെ ജീവിതത്തില് ഒരു വെല്ലുവിളിയായി ഇന്ന് നിൽക്കുന്നുണ്ട്. സഭ യാത്ര ചെയ്യുന്നത് ദൈവത്തിങ്കിലേക്കാണ്. ആ യാത്രയിൽ ഇടത്താവളമായി ഈ ലോകത്ത്, ഈ ചരിത്രത്തിലാണ് സഭ ജീവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു സംഭവമായി സഭാ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് 1962 മുതൽ 65 വരെ നടന്ന 2-ാം വത്തിക്കാൻ കൗൺസിലാണ്. 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ കൗൺസിൽ. 4 വർഷം നീണ്ട കൗൺസിൽ. എനിക്ക് തോന്നുന്നു കൊല്ലം രൂപതയിലെ തദ്ദേശ മെത്രാനായിരുന്ന അഭിവന്യ ജെറോം ഫെർണാണ്ടസ് പിതാവ് ഈ കൗൺസിലിൽ സംബന്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ഓർമ്മയായി നിൽക്കുകയാണ്. 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, സഭ എന്നാൽ എന്താണ്? സഭയുടെ ഐഡന്റിറ്റി എന്താണ്? 2, സഭയുടെ ദൗത്യം എന്താണ്? മിഷൻ എന്താണ്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖയായി ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ആഗോള സഭ ഇന്നും ആ കൗൺസിലിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമത്തിലും പ്രയാണത്തിലുമാണ്. ഈ അടുത്ത കാലത്ത് റോമിൽ നടന്ന സിനഡ് ഈ കൗൺസിലിന്റെ ചൈതന്യം ജീവിക്കുവാനുള്ളൊരു ആഹ്വാനമായിട്ടാണ് നാം കാണുന്നത്. അതിന്റെ സഭ ആധുനിക ലോകത്തിൽ നിന്നുള്ള ആ പ്രബോധന രേഖ ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്.
ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ, വിശിഷ്യ പാവങ്ങളുടെയും ദരിദ്രരുടെയും വേദനകളും സംഘർഷങ്ങളും സ്വപ്നങ്ങളും, മാത്രമല്ല അവരുടെ സങ്കടങ്ങളും ഉത്കണ്ഠകളും എല്ലാം ക്രിസ്തുവിന്റെ അനുയായികളുടെയും കൂടെയാണ് എന്നുള്ളൊരു വാക്യത്തോടു കൂടിയാണ് ഈ പ്രമാണരേഖ ആരംഭിക്കുന്നത്. കൊല്ലം രൂപയുടെ ചരിത്രം പരിശോധിച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്, പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ നിലനിന്ന ഒരു കാലഘട്ടത്തില് മിഷണറിമാർ സുവിശേഷത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്തിലൂടെയും വിദ്യാഭ്യാസ മേഖലയിലൂടെയും മനുഷ്യനെ മനുഷ്യനായി കണ്ട് എല്ലാവരെയും ആശ്ലേഷിക്കുന്ന ഒരു ചൈതന്യം, സുവിശേഷത്തിന്റെ ചൈതന്യത്തിന് മനോഹരമായ ധീരമായ മാതൃക നൽകി കടന്നുപോയതാണ്. നമുക്കറിയാം, കൊല്ലം രൂപയുടെ ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം, കൊല്ലം രൂപത ഈ പൊതുസമൂഹത്തിന് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, 18, 19, 20 നൂറ്റാണ്ടുകളില് ഇവിടുത്തെ ജാതി വ്യവസ്ഥയുടെ സാഹചര്യങ്ങളില്, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അഭിമന്യ ബെൻസിഗർ പിതാവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് യൂറോപ്പിൽ നിന്ന്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഹോളി ക്രോസ് സന്യാസിമാര് കേരളത്തിലെത്തിയത് സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുവാൻ. അന്നത്തെ സാഹചര്യം പകർച്ചവ്യാധികൾ വ്യാപിച്ചപ്പോൾ കേരളത്തിലെ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക്, ആരോഗ്യ രംഗത്തിലുള്ളവർക്ക്, താഴ്ന്ന ജാതിയിലുള്ളവരെ ചികിത്സിക്കുവാനായിട്ട് വൈമനസ്യം കാണിച്ചപ്പോഴാണ് രാജാവ് ബെൻസിഗർ പിതാവിലൂടെ സന്യാസിമാരുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടത്. ഇന്നും അതിന്റെ അവശേഷിപ്പായി കൊട്ടിയത്ത് ഹോളി ക്രോസ് സിസ്റ്റേഴ്സും അതെല്ലാം ഉണ്ട്. കേരളത്തില് മിഷണറിമാർ ആരോഗ്യ രംഗത്ത് നൽകിയ സേവനങ്ങൾ ഇന്നും പ്രശംസനീയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, കേരളം ഇന്ന് കാണുന്ന രീതിയിൽ എത്തുന്നതിൽ ക്രൈസ്തവ പ്രേക്ഷിതർ, മിഷണറിമാർ നൽകിയ സംഭാവനകൾ. ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ പേരിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട CCR കമ്മ്യൂണിറ്റി, നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽ സ്കൂളും ഇവിടെ സെന്റ് ജോസഫ് സ്കൂളും നമ്മുടെ തങ്കശ്ശേരിയിലുള്ള മൗണ്ട് കാർമലുമെല്ലാം നമ്മുടെ പ്രേക്ഷിതരായ രൂപത അധ്യക്ഷന്മാർ ഈ സന്യാസിനിമാരെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച സ്കൂളുകളാണ്. എല്ലാ മതസ്ഥർക്കും സ്വാഗതം വരുന്ന ഒരു സാന്നിധ്യം. അധികം ദീർഘിപ്പിക്കുന്നില്ല, മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, സഭ ഈ ലോകത്തിലാണ്, ഈ ചരിത്രത്തിലാണ്. എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ആകുലതകളും സഭാ മക്കളായ നമ്മുടെ ഓരോരുത്തരെയും ആകുലതകളാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കാണുവാനില്ലാത്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നീണ്ടകരയിലെ വീട്ടിൽ സന്ദർശിച്ചിട്ട് വന്നു. പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം ഉത്തരം പറഞ്ഞു. എന്നോട് പറയുകയായിരുന്നു, 10 ദിവസത്തിനുള്ളിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കുമെന്ന്. സാർ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരള സമൂഹം അങ്ങയുടെ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുന്നത്. ഈ വേദിയിൽ വെച്ച് മറ്റൊരു വേദിയിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ സംസാരിച്ചത്. അങ്ങയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയും ദൈവത്തോട് ഇവയെല്ലാം വിജയപ്രദമായി നടക്കുള്ള പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരുകയാണ്. സ്നേഹ ബഹുമാനമുള്ളവരെ, നമുക്ക് സുവിശേഷത്തിന്റെ ചൈതന്യത്തില് പ്രേക്ഷിതർ കേരളത്തില്, ഭാരതത്തിൽ വന്നത് ബൈബിളിൽ വായിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയ വികാരത്തോടു കൂടിയാണ്. പൊതുസമൂഹത്തിൽ, സഭയ്ക്കുള്ളിലും നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലും സുവിശേഷം സൂചിപ്പിക്കുന്ന കരുണയുടെ, നീതിയുടെ, സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ രക്ഷയുടെ, വിടുതലിന്റെ ഒരു അനുഭവം നമുക്ക് പകരുവാനുണ്ട്. സഭ എന്താണെന്നുള്ളതിന് സഭ ഒരു രഹസ്യമാണെന്നും ജനതകളുടെ പ്രകാശം ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിലാണ് സഭ തന്റെ ഐഡന്റിറ്റി കണ്ടെത്തുന്നത് എന്നുള്ളതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു കൂദാശയായി, സ്നേഹം പകരുന്ന ഉപകരണവും അടയാളവുമായി വർദ്ധിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ രൂപതയെയും ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദൗത്യം നിർവഹിക്കുവാനുള്ളത് ക്രിസ്തുവിന്റെ അതേ ദൗത്യമാണ്. സിനഗോഗിൽ ഇരുന്നു കൊണ്ട് പ്രവാചക ഗ്രന്ഥം തുറന്ന് വായിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാവും, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രനോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. കഴിഞ്ഞ 700 വർഷം കൊല്ലം രൂപതയിൽ പ്രവർത്തിച്ച സഭാശ്രേഷ്ഠർ, മിഷണറിമാർ, ദൈവജനം ഈ വചനം, ക്രിസ്തുവിന്റെ ഈ ദൗത്യം ജീവിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. ധാരാളം നന്മകൾ സഭാ മക്കൾക്കും അതിനേക്കാൾ ഉപരിയായി പൊതുസമൂഹത്തിനും അവർ കൈമാറി. ആ പൈതൃകം കൂടുതൽ തേജസ്സോടുകൂടി വരും നാളുകളിൽ കൊല്ലം രൂപതയിലൂടെ എല്ലാ ക്രൈസ്തവരിലൂടെയും എല്ലാ വിശ്വാസികളിലൂടെയും ഈ സമൂഹത്തില് അത് പ്രകാശിതമാകുള്ള കൃപയും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 3 വർഷം നീണ്ടു നിൽക്കുന്ന ഈ മുന്നൊരുക്ക പ്രക്രിയ അത് ഈ രൂപതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജൂബിലിയുടെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.